നല്ല സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്നൊരു ബോഡി റോഡ് സൈഡിൽ നിന്ന് ഒരു സ്ത്രീ കൈ കാണിച്ച് വണ്ടി കയറി. അല്ല അങ്ങനൊന്നും അല്ല, ചെറുപ്പം തൊട്ട് ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ചോരയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പെട്ടെന്നൊരു ബോഡി കേട്ടാള് അയ്യോ അപ്പൊ തരാനുള്ള പൈസ. ഈ ഡിസ്റ്റൻസിൽ മമ്മൂക്കിയെ ഞാനും ചെയറിലിരുന്ന്. നൗഫലിക്കയുടെ ഒരു കോൺഷ്യസ് തീരുമാനമാണ്. മുത്തശ്ശി കഥകളൊക്കെ ഇല്ലേ, അതേപോലത്തെ ഭയങ്കര രസമായിട്ടാണ് ജോതിചേട്ടൻ നരേറ്റൊക്കെ കന്നഡയിൽ കന്നഡ ഗുരുത്തില്ല. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പ്രൊഡക്ഷൻ ഇവിടെ അല്ലേ തുടങ്ങാം. വിമല വന്നില്ലേ? അതെ, റെഡി കഴിഞ്ഞിട്ടില്ല. ഇതുവരെ റെഡി ആയില്ലേ? ഒരു ആർട്ടിസ്റ്റ് ആയ സെറ്റിൽ സമയത്ത് വരണം എന്ന് അറിഞ്ഞൂടെ? ഗസ്റ്റ് വരാനായില്ലേ? അവരിപ്പോ എത്തും. അപ്പോൾ ഗസ്റ്റ് വന്നിട്ടായിരിക്കും സാറ് വരുന്നത്. വേണമെങ്കിൽ ഞാൻ ഈ പരിപാടി ഒറ്റയ്ക്ക് ഹോസ്റ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഇൻ്റർവ്യൂ വിമലിൻ്റെക്കാളും കുറച്ചുകൂടെ ഫേമസാണ്. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഭയങ്കര വൈറലായിരുന്നു. മമ്മൂക്കേനെ ഇൻ്റർവ്യൂ ചെയ്ത് പേടിച്ച് പെൺകുട്ടിയെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. വേറെ ഒരെണ്ണമുണ്ട് ഓണത്തിനെടുത്ത്, അത് വേണ്ട വേണ്ട. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിനായിരിക്കും വിമലി ഇൻ്റർവ്യൂ ലേറ്റായി വരാനും ഞാനിത് ഒറ്റയ്ക്കെടുത്ത് ഹിറ്റാക്കാനും പോകുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഉണ്ടാ പ്ലാൻ? പൈസ കുറേ ലാഭിക്കാം. ഹലോ, ചിലപ്പോ നിങ്ങളുടെ ഭാഗ്യത്തിനാവും ജിസ്മ ബോധം കിട്ടി വീഴാനും ഞാൻ ഈ ഷോ ഒറ്റയ്ക്ക് ഹോസ്റ്റ് ചെയ്ത് വിജയിപ്പിക്കാനും പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഷോ ഒറ്റയ്ക്ക് ഹോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? സാർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ സാർ, വിമലൊരു നല്ല ആങ്കറാണ്. ജിസ്മ അതിലും നല്ലൊരു ആങ്കറാണ്. വിമലിന്റെ കൂടെ ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും അടിപൊളിയായിരുന്നു. ജിസ്മയുടെ കൂടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമുകളും അടിപൊളിയായിരിക്കും. ഞാൻ എത്ര ഭാഗ്യവതിയാ. ഞാൻ എത്ര ഭാഗ്യവാനാണ്, നീ എത്ര ഭാഗ്യവതിയാന്ന് പറഞ്ഞപ്പോഴാണ് ചന്ദ്ര ലാലേട്ടന്റെ ഡയലോഗാ. സോറി, അത് പറഞ്ഞപ്പോഴാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ നമ്മുടെ മോഹൻലാൽ സാറിന്, നമ്മുടെ സ്വന്തം ലാലേട്ടന് ആശംസകൾ. മലയാള സിനിമയെ വാനോളം പ്രശംസിച്ച് ഇന്ത്യയിലുടനീളം പലരും ആർട്ടിക്കിൾസും വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കൂടാതെ ഒരുപാട് മലയാള സിനിമകൾ നിറഞ്ഞ സദസ്സുമായി തിയേറ്ററിൽ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ അതിലേറെ സന്തോഷം. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയുടെ ദി ഏജ്ലെസ് ആക്ടർ, ദി ലെജൻഡറി പെർഫോമർ ശ്രീ മമ്മൂട്ടി സാറിന്റെ സിനിമകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. യെസ്, അതിനു മുമ്പ് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഓക്കെ. പേടിയുണ്ടോ? എന്തിന്? രാത്രിയെ, ഇരുട്ടിലെ. പേടിയില്ലാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈ ചെറുപ്പത്തിലെ പേടിയെ കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ടുള്ള പേടിയാ. ജനിച്ചപ്പോ പേടിയില്ലായിരുന്നു. എല്ലാ പേടിത്തൊണ്ടന്മാർക്കും ഇങ്ങനെ ഒരു കഥ പറയാനുണ്ടാവും കേട്ടോ. എടാ മതിയടാ, പോടാ, കഴിഞ്ഞടാ, മേടിച്ച പൈസക്കുള്ള ജോലി ചെയ്താൽ. അതെ, കൊച്ചിലെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടുകാർ പേടിപ്പിച്ചിട്ടുള്ളത്? അത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി എറിയാൻ പിടിക്കും, ചോറിനാ തരുന്ന കോക്കാച്ച പിടിക്കും, വഴിതെറ്റി പോയാൽ നിന്നെ പരിചയപ്പെടും. അതെനിക്കിഷ്ടായി. എന്താ പറയാൻ വന്നെന്ന് പറ. പറയാൻ വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേടിച്ചും കുറച്ച് ചിരിച്ചും കുറച്ച് ത്രില്ലടിച്ചും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് ആണ്. ലെറ്റ്സ് വെൽക്കം ടീം നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ്. So welcome to the first episode of JNV Roundtable. അപ്പൊ ഇന്ന് നമുക്ക് നല്ല ഫുൾ യൂത്ത് വൈബിലുള്ള എനർജിയാണ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. ആൻഡ് അതിന് ഞങ്ങൾ നിങ്ങളോടൊരു താങ്ക്സ് പറയുവാണ്. Thank you for having us also. Okay, let's start with the first question അല്ലേ? എല്ലാരും സിനിമയെ കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നെല്ലിക്കാമ്പോയിൽ എന്നുള്ള പേര് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഏതോ കേട്ടിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേര് പോലെ തോന്നി. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ണൂർ എന്തോ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇത് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണോ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സിന്റെ കഥ?
ഇത് എന്റെ ഉത്തരവാദിത്വം. നെല്ലിക്കാമ്പൊയില് നമ്മള് എനിക്ക് ഫിക്ഷണലായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ലാൻഡാണ്. എനിക്ക് തോന്നുന്നുള്ള ഇപ്പൊ ഇവര് പ്ലേസ് ചെയ്തപ്പോഴും ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് അവർക്ക് എനിക്ക് തോന്നുന്നുള്ള അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു. നെല്ലിക്കാമ്പൊയിലും നമ്മൾ ക്യാരക്ടേഴ്സും അവിടെ നടക്കുന്നത് എല്ലാം ഒരു ഫിക്ഷണൽ, കുറച്ചൊരു മിത്ത് ബേസ്ഡ് ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പൊ ഈ നെല്ലിക്കാമ്പൊയിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വിഷ്വൽ ഒരു ക്യാമറമാൻ, കോസ്റ്റ്യൂം, മേക്കപ്പും ആർട്ടും ഡയറക്ടറും ഇവരുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അത് ഈ ഫിക്ഷണലാവുമ്പോൾ അത് കൺവിൻസിങ് ആക്കണമല്ലോ. അപ്പൊ അവരതിനു വേണ്ടി ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ആയാലും ലുക്ക് ആണെങ്കിലും വിഷ്വൽ എല്ലാം ഒരു പാലറ്റ് ഭയങ്കര മനസ്സിൽ കണ്ട് പ്രീ പ്രൊഡക്ഷൻ മുതലേ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. ഈവൻസ് ഒരു സീനിൽ വന്ന് പോകുന്ന ആളാണെങ്കിൽ പോലും അവരതിന് പ്രോപ്പറായിട്ടൊരു ലുക്കും കോസ്റ്റ്യൂമും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടൈം ലൈനും ഒന്നും പറയുന്നില്ല. ഫോണൊന്നുമില്ല ഇപ്പൊരു സമയം. ടൈം ലൈൻ പറയുന്നില്ല. നമുക്ക് അങ്ങനെ ഒരു പീരിയഡ് മൂവി പീരീഡ് ആണ്. പക്ഷെ എന്നാ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, കുറച്ച് പോപ്പ് കൾച്ചർ റെഫറൻസ് ഉണ്ട്, എന്നാ ഫോണില്ല, STD ബൂത്താണ്, അങ്ങനെ അങ്ങനെ ഒരു എവിഡന്റ്ലി പറയുന്നില്ല. ആരൊക്കെയാണ് ഇതിലെ നൈറ്റ് റൈഡേഴ്സ്? എല്ലാരും. ക്യാരക്ടേഴ്സിനെ ഒന്ന് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാനാണോ? എൻ്റെ പേര് എൻ്റെ ക്യാരക്ടറിന്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ് എന്ന് പറയുന്നത് ശ്യാമിന്റെയും കണ്ണന്റെയും ശ്യാം ചെയ്യുന്നത് അല്ല, നിന്റെ ഞാൻ പറയുന്നത് മാത്യു, റോഷൻ ഇവരുടെ കൂടെ അവരുടെ ക്യാരക്ടറിന്റെ കൂടെ ഉള്ളൊരു ഏട്ടന്റെ സ്ഥാനത്തുള്ള ഒരു ക്യാരക്ടറാണ് രാജേഷ് എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഏട്ടന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൂടുന്ന സമയത്ത് എടാന്നൊക്കെ വിളിക്കുന്ന സ്വാതന്ത്ര്യവും, കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കൂടുന്ന സമയത്ത് തെറി വിളിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഉള്ളിൽ ഉള്ളൊരു ക്യാരക്ടറാണ്. എനിക്കൊരു ഓട്ടോറിക്ഷയുണ്ട്. അതിപ്പോൾ നാട്ടുകാർക്ക് മുന്നിൽ ഇപ്പം പണിക്കും കൂലിക്കും പോകാത്ത ഒരുത്തനാണെന്നുള്ളൊരു ഇമേജ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓട്ടോറിക്ഷയാണ് എനിക്ക്. അത് എൻ്റെ ഉപജീവന മാർഗമായിട്ട് ഞാൻ കാണുന്നില്ല. എന്നേക്കാൾ കൂടുതൽ ഓടിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഉപജീവനത്തെക്കുറിച്ച് ആലോചിക്കാനോ ലൈഫിനൊരു പ്ലാനോ അങ്ങനത്തെ പരിപാടിക്കോ ഒന്നും രാജേഷിന് ഒരു ഐഡിയ ഇല്ല. രാജേഷ് ഒരു ഒഴുക്കിലങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളൊരു മൂഡിൽ പിടിച്ച് പോകുന്നതാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്വർണ്ണവള വിൽക്കുക, അമ്മയെ തൊഴിലുറപ്പിനെ വിട്ടിട്ട് ജീവിക്കുക, അങ്ങനത്തെ പരിപാടിയാണ്. എന്നാൽ പിന്നെ സൗഹൃദത്തിന് ഒരുപാട് വാല്യൂ കൽപ്പിക്കുന്ന, അവർക്ക് എനിക്കെന്ത് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കുകയും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയില്ല. അവരുടെ വഴികാട്ടിയായിട്ടുള്ള ചേട്ടനാണോ, വഴി തെറ്റിക്കുന്ന ചേട്ടനാണോ? വഴി കാട്ടിയിട്ട് തെറ്റിക്കുന്ന. എന്റെ വഴി നേരായ വഴി ചിലപ്പോ കാട്ടി വരുന്ന സമയത്ത് അവർക്കത് തെറ്റായി പോകും. എന്താണ് മീനാക്ഷിയുടെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് ധന്യ എന്നാണ്. ഒരു നാട്ടിൻപുറത്തെ ഭയങ്കര നാടൻ ഒരു പെൺകുട്ടി. PSC കോച്ചിങ്ങിനൊക്കെ പോയി കുറച്ച് ഡിറ്റക്റ്റീവ് ബുക്കൊക്കെ വായിച്ച് എന്ത് വന്നാലും നേരിടാനൊക്കെ ഉള്ളൊരു ഉള്ളൊരു പെൺകുട്ടി. അതാണ് എൻ്റെ ക്യാരക്ടർ. ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടർ, മാത്യു ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു ലവ് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ഒരു ട്രാക്കാണ്. പക്ഷെ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. നെല്ലിക്കാമ്പൊയിൽ കുറേ ഇൻസിഡൻസ് നടക്കുന്നു. അതിനെ എൻ്റെ ക്യാരക്ടറും കുറെ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു. സസ്പെൻസ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതെ, അതാണ് ക്യാരക്ടർ. ശ്യാമിനെ പറ്റി എന്താ പറയാ, ശ്യാം മംഗലാപുരത്ത് നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞ് എക്സാം ഒക്കെ എഴുതിയിട്ട് നാട്ടിയിട്ട് വരും. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ മൊത്തം തുടങ്ങുന്നതും പരിപാടികളും ഒക്കെ. അപ്പൊ ശ്യാമിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം കുറച്ച് എക്സാജറേറ്റ് ആയിട്ട് കാണിച്ചേക്കാം. അവന് ഭയങ്കര ഒരു ട്രോമയാണ്. അപ്പൊ അവൻ ഓവർകം ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരുടെ കൂടെ ചില്ല് ചെയ്യുക എന്നുള്ളതാണ് അവൻ വരുന്നതിന്റെ ഉദ്ദേശമൊക്കെ. കൂടുതലും ഫ്രണ്ട്സിന്റെ ഒപ്പം ഇറങ്ങുക, ലോസ് ഇറങ്ങുക, എന്താ വെള്ളം അടിക്കുക, അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ് ഇവരുടെ സ്ഥിരം. പിന്നെ കാമുകീനെ കാണുക, കഥകൾ കാമുകിയുടെ അടുത്ത് പല കഥകളും വെച്ച് തള്ളുക എന്നൊക്കെ ഉള്ള ഇതാണ്. പിന്നെ കാമുകി കാരണം പെട്ടുപോകുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. കാമുകി കാരണമാണല്ലോ സംഭവിക്കുന്നത് കുറച്ച് പ്രശ്നങ്ങൾ. ഈ ഹൊറർ കോമഡി എന്ന് പറയുമ്പോഴേ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അഭിനയിച്ച് കൺവിൻസ് ചെയ്യാൻ ഇത്തിരി പാടുള്ള ഒരു പരിപാടി ആയിരിക്കുമല്ലോ. അതായത് യൂഷ്വലി ഇപ്പൊ എന്തോരം നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആക്ടർ ഭയങ്കരമായിട്ട് ഇൻപുട്ട് ഇടേണ്ടി വരുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത്
ഒരു ഹൊറർ കോമഡി എന്ന കാഴ്ചയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പടമല്ല. അതിൽ വേറെയും കുറച്ച് ജോണറുകൾ, പല ജോണറുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു സിനിമ. അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി നമ്മുടെ പടത്തിനുണ്ട്. കാര്യം റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ, ഫണ്ണുണ്ട്, ഫൈറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി പാക്കേജ് ആയിട്ട് ഒരു പാക്കഡ് സിനിമയാണ്. നമ്മളത് അങ്ങനെ പ്ലേസ് ചെയ്തതല്ല ആക്ച്വലി. നമ്മളും ഹൊറർ കോമഡി എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷെ റൈറ്റേഴ്സ് ജ്യോതിഷും സുനും പ്രണയവിലാസം എഴുതിയേക്കുന്നത് അപ്പൊ അവരങ്ങ് എഴുതി വന്നപ്പോഴും ഇക്കയുടെ ഇംപ്രൊവൈസേഷനും സച്ചിൻ ഡയറക്ടർ നൗഫലിക്കയുടെ ഇംപ്രൊവൈസേഷനും ഒക്കെ വന്നപ്പോൾ ആ ഒരു ഓർഗാനിക്കലി ജനറേറ്റ് ആയേക്കുന്ന ഈ ഞങ്ങളുടെ ട്രാക്കും ഇതൊക്കെ ഭയങ്കര എന്താ ഒട്ടും ഫോഴ്സ്ഡ് അല്ല ആക്ച്വലി. ഭയങ്കരമായിട്ട് അതിന് അപ്പൊ അവരും അത് ഏറ്റെടുത്തു. ഹൊറർ കോമഡി മാത്രമല്ല, കൂടുതൽ ജോണേഴ്സ് എക്സ്പെക്ട് ചെയ്ത് വേണം തിയേറ്ററിൽ പോവാൻ. എക്സാക്ട്ലി. എന്തായാലും റൊമാൻസിന്റെ വലിയൊരു പാർട്ടിനകത്ത് ഉണ്ടാവും. ഞങ്ങൾ ആ പാട്ടിലൊക്കെ അത് കണ്ടായിരുന്നു അല്ലെ? മാത്യു, ഇത്ര റൊമാൻസിന്റെ ചെറിയ രൂപമാണ് നിങ്ങൾ പാട്ടിൽ കേട്ടത്. കൂടുതൽ വരാനുണ്ട്. മാത്യു ഇത്രയും റൊമാൻസ് ഡാൻസിലൂടെയൊക്കെ പെർഫോം ചെയ്ത ഒരു സോങ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലെ? അതെ അതെ, ഇങ്ങനത്തെ ഒരു മൂഡ് ജാതിക്കത്തോട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബോയ് ആണ്. മേ ബി ദാറ്റ് ചേഞ്ച് റൈറ്റ്. എന്തെങ്കിലും എന്നെ കുറ്റം ഫസ്റ്റ് ടൈമാണ്. അതും നൗഫലിക്ക ഒരു കോൺഷ്യസ് തീരുമാനമാണ് എന്നെ മാത്രമല്ല ആക്ച്വലി എല്ലാവരെയും ഡിഫറെന്റ്ലി പ്ലേസ് ചെയ്യുക, നമ്മളെ ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യുക എന്നുള്ളൊരു കോൺഷ്യസ് തീരുമാനം നൗഫലിക്കയുടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കും വേറെ വേറെ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയാ ചെയ്തത് അല്ലാണ്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമുക്കും അങ്ങനെ ഒരു ഡയറക്ടറും അങ്ങനെ ഒരു ടീമും നമ്മുടെ ഒപ്പം നമ്മുടെയും ആ വിഷനോടുകൂടി നിൽക്കുമ്പോഴാണല്ലോ നമുക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതില് എനിക്ക് നൗഫലിക്കയുടെ അടുത്തും കോസ്റ്റ്യൂം ചെയ്ത മെൽവിജയും റോണക്സ് ചേട്ടനും, ഇവര് 3 പേരുമാണ് ഞാൻ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 3 പേർക്കാണ് ക്രെഡിറ്റ്സ് എന്നെ അങ്ങനെ പ്രസന്റ് ചെയ്തതിൽ. എന്തായിരുന്നു ഈ സ്ക്രിപ്റ്റിൽ സെലക്ട് ചെയ്യാനുള്ള? ഞാൻ കഥ കേട്ട ഫസ്റ്റ് നൗഫലിക്ക ഡയറക്ഷൻ എഡിറ്ററാണ്. നൗഫലിക്ക, സുധാനി, അനുരാഗ് കരിക്കുംവള്ളം, നെയ്മർ. അപ്പൊ നമുക്ക് എഡിറ്റേഴ്സ് ഭയങ്കര അടിപൊളി ഡയറക്ടേഴ്സ് ആയിരിക്കും എന്തായാലും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ നല്ല പരിപാടി ആയിരിക്കും എന്നുള്ളത് അറിയായിരുന്നു. നമ്മുടെ പെർഫോമൻസ് മോശമുള്ളത് കളയുകയും നല്ലതൊക്കെ വെക്കുകയും അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര നീറ്റായിട്ടുള്ളൊരു പരിപാടി ആക്കുന്നതിന് എഡിറ്റേഴ്സിന് വളരെ ഒരു വലിയ പങ്കുണ്ട്. ഭയങ്കര ബാഡ് പെർഫോമൻസിനൊക്കെ വരെ അവർക്ക് വേണമെങ്കിൽ നല്ല പെർഫോമൻസ് ഒക്കെ ആക്കി മാറ്റാം. അപ്പോ അത് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കഥ വന്ന് പറഞ്ഞപ്പോ ആദ്യം ഇങ്ങനെ കോമഡി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിരിക്കുന്നില്ല, എനിക്കൊരു പേടി, ഇനി ഇങ്ങനെ മോശമായി കഴിഞ്ഞാൽ ചിരിച്ചത് വെറുതെ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കണല്ലോ എന്ന്. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ മറ്റേ ഇടിച്ചിടിച്ചൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എല്ലാം ഉണ്ട്, എൻഗേജിങ്. നമുക്ക് എവിടെയും ഒരു ലാഗ് എന്നല്ല, ഇപ്പൊ സമയം പോകുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് എന്താണെങ്കിൽ 2.5 മണിക്കൂറോളം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു, പെട്ടെന്ന് പോയി. അപ്പൊ എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു. മീനാക്ഷി, നമ്മളിങ്ങനെ വാഴയിൽ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളിതാ ഒരു നാടൻ പെൺകുട്ടി ധാവണിയൊക്കെ എടുത്ത്, അതെങ്ങനെ സംഭവിച്ചത്? മുടിയൊക്കെ വെട്ടി ബോബ് ചെയ്ത് വെക്കുന്ന ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് അതൊന്ന് പറഞ്ഞു. ഞാൻ വാഴ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നൗഫലിക്ക എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്, ഒന്ന് കഥ പറയാനുണ്ട്. ഇത് കണ്ടോ, ഇതാണ് പ്രശ്നം. അപ്പോൾ വാഴ കഴിഞ്ഞിട്ട് ഞാൻ പോയി കേട്ടു. ജ്യോതിഷേട്ടനും സുനിച്ചേട്ടൻ്റെ ഒരു നരേഷൻ ഉണ്ടായിരുന്നു. കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുത്തശ്ശി കഥകളൊക്കെ ഇല്ലേ, അതേപോലത്തെ ഭയങ്കര രസമായിട്ടാണ് ജ്യോതിഷേട്ടൻ നരേറ്റൊക്കെ ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ ഇന്നായി. പിന്നെ ക്യാരക്ടറിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ടോം ബോയിഷ് ക്യാരക്ടറിൽ നിന്ന് നേരെ നാടൻ പെൺകുട്ടി, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും ഫുൾ ക്രെഡിറ്റ്സ് മെൽവിക്കും റോണക്സ് ചേട്ടനും നൗഫലിക്കും. അവർ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ ആയിരുന്നു ആ ക്യാരക്ടറിനെ. ഭയങ്കര അതിൻ്റെ ഞാൻ ഒറ്റയ്ക്ക് ഇന്നാ എനിക്കത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഫുൾ ടീം ഒത്തു വന്നപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരത് ബ്രോ, അപ്പോ
ഷാദ് എല്ലാ ക്യാരക്ടറിലും നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളതാണ്, എന്തെങ്കിലുമൊക്കെ 1-2 ഐറ്റം കയ്യിൽ നിന്നൊക്കെ ഇട്ട് അല്ലെ തിയേറ്ററിൽ ഞങ്ങളെ മാക്സിമം എന്റർടൈൻ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ സിനിമയിലും സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണോ, അതോ സ്ക്രിപ്റ്റിലൊന്ന് വർക്ക് ചെയ്ത് ഡയറക്ടറൊക്കെ ഒന്ന് സോപ്പിട്ട് അങ്ങനെ ഒരു അവസാനം എങ്ങനെയാണ് അങ്ങനെ അത് ഞങ്ങൾ തന്നെ കേട്ടിട്ടുള്ളത് എല്ലാ ഡയറക്ടേഴ്സും എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ വി ഹാവ് സീൻ യു പെർഫോമിങ് വെൽ, ഗോയിങ് ഇൻ ടു ദ ക്യാരക്ടർ വെരി ഡീപ്പ് ഇൻ എവറി മൂവി. എങ്ങനെയാ സംഭവിക്കാമല്ലോ, വാട്ട്സ് യു പ്രോസസ്? എന്ത് ഇംപ്രൂവൈസേഷനുള്ള സാധ്യത കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ള ആണോ? ഇംപ്രൂവൈസ് ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് ഡയറക്ടറും ആ ടീമുമായിട്ടുള്ള ഒരു ജെല്ലിങ് കറക്റ്റ് ആകുന്ന മൊമെന്റിലല്ല. അത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് നമുക്ക് ഒരു സീൻ പറയുമ്പോൾ ഞാനത് എങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസും എനിക്കില്ല. ഞാൻ അങ്ങനെ ഒരു സാധാരണ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ കൂടിയും ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അവരുടെ സംസാരത്തിൻ്റെ ഒഴുക്കിൽ പോയിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാ മാറ്റണത്. പക്ഷെ പറയുന്ന സാധനം അപ്പം അരുൺ ഡൊമിനിക്ക് നമ്മൾ ഇതിൽ ലാസ്റ്റ് ലോകയിലാണെന്നുണ്ടെങ്കിൽ അരുൺ ഡൊമിനിക് തരംഗത്തിൽ ഉള്ള പരിചയമുണ്ട് അരുൺ ഡൊമിനിക്കുമായിട്ട്. പിന്നെ നമ്മളൊരു സൗഹൃദം അങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ദിവസം വിളിക്കുക അങ്ങനത്തെ പരിപാടി അല്ലെങ്കിൽ കൂടിയും ഇടയ്ക്ക് മെസ്സേജും ഇതുവഴിയൊക്കെ നമുക്ക് ഇങ്ങനെ കോണ്ടാക്ട് ഉള്ള ആളായിരുന്നു. ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ നമ്മൾ അവിടെ പോയിട്ട് പരിചയപ്പെട്ട് നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കി ഈ ക്യാരക്ടറിന് ഇങ്ങനെയും കുറച്ച് സാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്ന മൊമെന്റിലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ കൂടുതലും അവർ പറയുന്നത് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് പോകുന്നത്. എനിക്ക് സഭ നമ്മൾ സീൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനും റോഷനും സഭയും കുറേ സീനുകളുണ്ട്. ഭയങ്കര രസമാണ്. ഞങ്ങള് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര സെറ്റായി. നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല, പെട്ടെന്ന് ഇതായി. സഭ സീൻ ചെയ്യുമ്പോൾ സഭയ്ക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഭയുടെ അടുത്ത് നൗഫ്ലിക്ക് പറയാതെ ഇങ്ങനെ ചെയ്തോ എന്നുള്ള സാധനം പറയാം. സഭയ്ക്കതും മനസ്സിലായില്ല, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാരക്ടർ എന്തിനാ ഇവിടെ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ സഭ അത് ക്വസ്റ്റ്യൻ ചെയ്ത് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവാണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് കഴിയാറായി അതുകൊണ്ട് മറ്റേ പാക്കപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് എന്നാ ചെയ്ത് തീർക്കാം എന്നുള്ളതില്ല സഭയ്ക്ക്. ഭയങ്കര ക്ലിയർ ആയിട്ടേ സഭ ചെയ്യുള്ളൂ. അപ്പം അതാണ് എനിക്ക് ഭയങ്കര, അതുകൊണ്ട് തന്നെ ഭയങ്കര ജെന്യുവിനാ സഭയുടെ എല്ലാ പടങ്ങളും എടുത്തു നോക്കിയാലും ഭയങ്കര രസം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലേ കറക്റ്റ് ടൈമിൽ സഭ മറ്റൊരു സാധനം പറയാം. അതിപ്പോ ആക്ടിങ് സ്പേസിൽ മാത്രമല്ല, ക്യാമറയുടെ ബിഹൈൻഡ് ദ സീൻസിലും അങ്ങനെ തന്നെ. കാരണം ഞാൻ പറയട്ടെ, മാത്യു റോഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞങ്ങള് ട്രോളിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഞാനും ട്രോളാറുണ്ട്. അപ്പൊ കോൺവെർസേഷൻ സീരിയസ് ആയിരിക്കും. ഒന്ന് പറഞ്ഞോട്ടെ, സീരിയസ് കോൺവെർസേഷൻ ട്രോളിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ സഭ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര സൈലന്റ് ആയിരിക്കും, ക്യാമറയുടെ അഭിനയം മാത്രമാണ് പുള്ളിയുടെ മെയിൻ, മിണ്ടത്തൊന്നുമില്ല. പിന്നെയാണ് മനസ്സിലായ സഭ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഇവരുടെ ഇടയിൽ ഒരു കറക്റ്റ് പോയിന്റ് പറയാനായിട്ട്. ഇവരെക്കാളും വലിയ ട്രോളാണ് പറയുന്നത്. അപ്പൊ സഭ കറക്റ്റ് സ്ഥലത്തെ പ്രവർത്തിക്കത്തുള്ളൂ. ആലോചിച്ച് വെച്ചിരിക്കുന്ന കൗണ്ടേഴ്സ് കറക്റ്റ് സ്ഥലങ്ങളിൽ, അതും വരുന്ന സാധനമൊക്കെ ഭീകര. അല്ല, അത് വേറെ ടാലന്റാണ്. കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് വേറൊരു ടാലന്റാണ്. നമ്മുടെ സമയത്തൊന്ന് പറയുന്നതും അത് വേറൊരു ടാലന്റാണ്. എനിക്കിപ്പോ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടാലന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. രണ്ടാമത് പറഞ്ഞ സംഭവമാണുള്ളത്. അത് ഇവര് പറയുന്നതാണ്, ഞാനത് സ്വയം ഇത് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ കറക്റ്റ് ടൈമിൽ മാത്രം കോമഡി അടിക്കുന്ന ഒരാൾ എന്ന് പറയാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. ഇപ്പൊ ഇത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പൊ ഇതൊരു ഗെയിം സെഗ്മെന്റ് ആണ്, സിമ്പിൾ ഗെയിം. ഇതാണ് നമ്മുടെ ആയുധം. ഇതിനകത്ത് ഇങ്ങനെ പേപ്പേഴ്സ് ഉണ്ട്. അതെ, നെല്ലിക്കാമ്പോയിലെ ഓട്ടമാണ് സവാരിഗിരിഗിരി, രാജേഷിന്റെ സവാരിഗിരിഗിരിയാണിത്. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഞാൻ പാസ് ചെയ്യും. ഇതിനകത്ത് ഒരെണ്ണം ചൂസ് ചെയ്യാം. 3 പേർക്കും ഓരോ പേപ്പർ കഷ്ണങ്ങളുണ്ട്. അതിനകത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്, ദിസ് ഓർ ദാറ്റ്. അതിൽ ഏതെന്ന് വേണമെന്ന് സ്വയം തീരുമാനിക്കാം. അതാണ് ഗെയിം. മനസ്സിലായല്ലോ? തുടങ്ങല്ലേ? രാജേഷിന താഴെ പോവാതെ വരുമോ നോക്കാം. നമുക്ക് ഇങ്ങനെ വിടണം.
കുറച്ച് സമയത്തേക്ക് ഓഡിയൻസ് വായിച്ചോ. ഓട്ടോ തിരിച്ചു വന്നിരിക്കുക. അനുസരണുള്ള ഓട്ടോയാണ്. അല്ല പരീക്ഷ അല്ല, കണ്ടാലും കുഴപ്പമില്ല. പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. ഒരു 2-3 പ്രാവശ്യം സ്പീഡിൽ പറഞ്ഞോ. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. അപ്പൊ this or that മാറ്റി this and that. അത് അടുത്തും കൂടെ put ചെയ്യും. ആ ഡാറ്റ് തെരഞ്ഞെടുക്കാൻ താല്പര്യം ഉണ്ടോ നോക്കൂ. താഴെ ഡാറ്റ് ഉണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. Narrate a ghost story from your life. This. മാത്രം മതി. സ്റ്റോറിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അടുത്ത ആളെന്താ തെരഞ്ഞെടുക്കാം? മീനാക്ഷി ക്യാച്ച് ചെയ്തോട്ടോ. യെസ്. എന്റെ അമ്മേ, അവന് ഒരു ലൈനേ ഉള്ളു, ഇത് കൊറേ ഉണ്ടല്ലോ. ഡാറ്റ് വേണം തെരഞ്ഞെടുക്കാട്ടോ. നെല്ലിക്കാമ്പോയിൽ നിന്നുള്ള നെല്ലിക്ക കൊണ്ട് നെല്ലിക്കാമ്പോയിലെ നെല്ലിക്കാരൻ തള്ളി മള്ളി ചൊല്ലി തല്ലി മല്ലി ചൊല്ലി നെല്ലിക്കിൽ കയറി. വേണ്ട, ഓർമ്മ മതി. നിന്റെ ഏതെങ്കിലും കഥ അല്ല, ഒരു തവണ പോലും ട്രൈ ചെയ്യുന്നില്ല. അത് വേണ്ട, മല്ലി ചൊല്ലി എന്തൊക്കെയോ. നോക്കി വായിക്കും. നെല്ലിക്കാമ്പോയിൽ നിന്ന് പിന്നല്ലാണ്ട് നെല്ലിക്കാമ്പോയിൽ നിന്നുള്ള നെല്ലിക്ക കൊണ്ട് നെല്ലിക്കാമ്പോയിലെ നെല്ലിക്കക്കാരൻ തല്ലി മല്ലിച്ചൊല്ലി നെല്ലിയിൽ കയറി. നെല്ലിക്കിൽ കയറി. നെല്ലിയിൽ മലയാളം മലയാളത്തിൽ. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പ്രൊഡക്ഷൻ അല്ല, എന്തിനാ മലയാളം വെച്ചപ്പോരെ. ഇത് പറയാൻ പറ്റാത്തോണ്ട് നമ്മൾ ദാറ്റ്. എനിക്ക് ഗോസ്റ്റ് സ്റ്റോറി ഒന്നും അറിയില്ല. മറ്റേ അമ്മൂമ്മ പറയുന്ന ഒരു സാധനം കൺവിൻസിംഗ് ആയിട്ട് പറയണേ. എന്റെ അമ്മ നോക്കട്ടെ. അമ്മൂമ്മ, എന്റെ അമ്മയുടെ തറവാട് ഒരു മറ്റേ പഴയ നാലുകെട്ട്, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കുരിയാല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കുരിയാലയിനകത്ത് കുറെ ഇങ്ങനെ പൂജ, അമ്മൂമ്മ വിളക്ക് കത്തിക്കും വൈകിട്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഒരു അമ്പലം എന്ന് പറഞ്ഞ ഒരു വരമ്പുണ്ട്. ആ വരമ്പിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു അമ്പലം. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായി, അന്ന് പണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ല തറവാട്ടിൽ. അപ്പൊ കുറച്ച് നടക്കണം ബാത്റൂമിലേക്ക് പോകാൻ. അപ്പൊ രാത്രിയിൽ എന്തോ അമ്മ ഒരു ദിവസം പോയപ്പോ എന്താ ബക്കറ്റ് ഇങ്ങനെ ടാപ്പ് ഓഫ് ചെയ്തു. അപ്പൊ പുറത്തുനിന്നൊരു നടക്കുന്ന ഒരു സൗണ്ട്, കുറച്ചുകൂടെ ഇങ്ങനെ കേട്ടിട്ട് ഒരു ചെലങ്ക പോലത്തെ ഒരു സൗണ്ടാണ് കേട്ടത്. അപ്പൊ എൻ്റെ അമ്മൂമ്മ കുറച്ച് വിശ്വാസിയാണ്, അങ്ങനത്തെ ഒരു ട്രാക്കിലാണ് അമ്മൂമ്മ ജീവിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ ഇത് 2 പ്രാവശ്യം അമ്മ എന്തോ അടുപ്പിച്ച് കേട്ടു. അമ്മാവനും കേട്ടു, അമ്മയുടെ ബ്രദറും കേട്ടു. അപ്പോൾ അമ്മൂമ്മക്ക് ഇത് ഇങ്ങനെ ആരെയോ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെന്താണ് മോള് കേൾക്കുന്നത്? ഇപ്പൊ ഞാൻ വയറ്റിലുണ്ട്. അപ്പൊ അമ്മയ്ക്കൊരു സമാധാനത്തിന് വേണ്ടി എന്തോ. അപ്പൊ പുള്ളി പറഞ്ഞ എന്താന്ന് വെച്ചാ, ഇത് വരത്തുപോക്കാണ്, പേടിക്കേണ്ട പ്രേതോ യക്ഷയൊന്നും അല്ല. ഇതൊരു പെർട്ടിക്കുലർ സമയത്ത് അമ്പലത്തിൽ നിന്ന് കുരിയാലയിലേക്ക് ദൈവം അങ്ങനെ ആരോ അവരിങ്ങനെ വന്ന് പോകുന്നതാണ്. ഞങ്ങളുടെ സഞ്ചാരം എന്ന് പറയും. അപ്പൊ അമ്മൂമ്മ വരത്തുപോക്ക് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെന്തോ ഒരു ഫോട്ടോ ദൈവത്തിന്റെ ഒരു കടലിൽ ഒഴിക്കാനോ അങ്ങനെ എന്തോ ഒരു സൊല്യൂഷൻ അവർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിന്നെ കേട്ടിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഇതൊരു കേട്ട കഥയാണ്, എനിക്കറിയില്ല. അമ്മയും കേട്ടിട്ടുണ്ട് ആ സൗണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചു. പിന്നെ ഇവളുടെ ജനിച്ചതിന് ശേഷം വയറ്റിലായിരിക്കുമ്പോഴല്ലേ? അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടോ. ഞാൻ വെറുതെ ഉണ്ടാക്കിയല്ല. അല്ല, അതാ കഥ തുടങ്ങിയ ആദ്യ വരിയിൽ വേറെ എന്താണെന്നറിയാമോ ആലോചിച്ചത്? യക്ഷിക്കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുവാണ് ഞാൻ. അല്ല, യക്ഷി അല്ലെന്നാ ഞാൻ പറഞ്ഞത്. യക്ഷിയല്ല, മറ്റേ കുഞ്ഞു ഭാവയാണ്. ഇപ്പൊ വയറ്റിലാണ്. അപ്പൊ അമ്മൂമ്മ പറയാ, അമ്മൂമ്മ പറയും ഇനി 10ാം മാസം ഒരു കുഞ്ഞു പിറക്കും. അതാണ് ലോകത്തിന് ആപത്തായ. അടുത്ത ഓട്ടോ വിടൂ. അടുത്ത ഓട്ടോ എടുത്തേ. നേരത്തെ റെഡി അല്ലേ? യെസ്. സവാരി
എളുപ്പമുള്ളതുമല്ല ആയാൽ മതിയായിരുന്നു. നോക്കി നോക്ക്. ഇങ്ങോട്ടേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ അയ്യോ, എനിക്ക് മാത്രമേ വലിയ പാരഗ്രാഫ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു സിംഗിൾ ലൈൻ. ആടലോടകം തിന്നുന്നത് കണ്ട് ആന അലറലോടലറൽ. ആട് ആട് പാളി കഥ ഞാൻ കൊണ്ടുപോയി. 3 തവണ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് ആറ്റി എടുക്കേണ്ടി വരും. ആട് ആടലോടകം തിന്നുന്നത് കണ്ട് തിന്നുന്നത് ഔട്ട്. മാത്യു ഔട്ട്. ഒരു ചാൻസ് കൊടുക്കാം. ഒരു ചാൻസ് പ്ലീസ്. ആട് ആടലോടകം തിന്നുന്നത് കണ്ട് ആന അലറലോടലറൽ. പെട്ടെന്ന് ആട് ആലടോ ഒന്നുകൂടെ പറഞ്ഞു. സ്റ്റോറി. ആട് ആടലോടകം തിന്നുന്നത് കണ്ട് ആന അലറലോള. കഥ പറയാം. ക്ലിയർ വിന്നർ ഞാനാണ്. ഞാനല്ലേ നല്ലോണം റേറ്റ് ചെയ്തത്. നിങ്ങൾ ഓരോ ഡാറ്റ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യണമല്ലോ. കഥ എനിക്കിങ്ങനെ പ്രേത കഥകളൊന്നുമല്ല. മറ്റേ ഗോസ്റ്റ് എൻകൗണ്ടേഴ്സും പറയാം. ഗോസ്റ്റ് എൻകൗണ്ടേഴ്സ് അറിയാം, അങ്ങനത്തെ ആണെന്ന് വിചാരിച്ചൊരു കഥയുണ്ട്. പക്ഷെ അത് കുറച്ച് എയറേറ്റഡ് ആയതുകൊണ്ട് പറയാൻ വന്ന സംഭവം പറഞ്ഞു. എനിക്ക് മറ്റേ റോട്ടിക്കോടെ ഒക്കെ പോകുമ്പോ കുറച്ച് ലോങ് ഡ്രൈവ്സ് എടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാനും 2 ഫ്രണ്ട്സും ബാംഗ്ലൂര് പോകുന്ന വഴിക്ക് അപ്പൊ ഞങ്ങളിങ്ങനെ അത്യാവശ്യം സംസാരിച്ച് മാറി മാറിയൊക്കെ ഓടിക്കുന്നത്. അപ്പൊ ഭയങ്കര ചില്ലൊക്കെ ചെയ്താ പോകുന്നത്. അപ്പൊ കേരളം കഴിഞ്ഞ് വെച്ചാൽ വളയർ കഴിഞ്ഞിട്ട് പിന്നെ നല്ല സ്മൂത്ത് റോഡാണ്, നമുക്ക് സ്പീഡും എടുക്കാം. രാത്രി പോകുന്നത്, അപ്പൊ നല്ല എംടി റോഡാണല്ലോ, അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ 3ാമത്തെ ഒരു കൂട്ടുകാരൻ കിടന്ന് നല്ല ഉറക്കാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഫ്രണ്ടിലിരുന്നപ്പോ ഞാനിങ്ങനെ സൈഡ് സീറ്റില ഇവനെ വണ്ടി ഓടിക്കുന്നത്. അത്യാവശ്യം ഒരു 100 സ്പീഡ് ലിമിറ്റ് പാലിച്ചോണ്ട് അതെ റൂൾസ് ഒക്കെ പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നല്ല സ്പീഡിൽ പോകുമ്പോ പെട്ടെന്നൊരു ബോഡി റോട്ടില്, ചോരയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പെട്ടെന്നൊരു ബോഡി. അപ്പൊ ഞാൻ കണ്ടതും ഇവനെ തട്ടിയടാ എന്ന് പറഞ്ഞപ്പോ അവൻ വെട്ടിച്ചു. കാരണം ഇപ്പൊ 3 ലൈൻ ആണ്. അപ്പൊ ഈ നടുക്കത്തെയും ഇവിടെ ഞങ്ങൾ ഈ ട്രാക്കില ഇവിടെയാണ് ഇങ്ങനെയായിട്ടാ കിടക്കുന്നത്. അപ്പൊ ഇവൻ പെട്ടെന്ന് വെട്ടിച്ച് പോയി. അപ്പൊ കുറച്ചുനേരം നല്ല അതിന്റെ ഷോക്കിലായിരുന്നു. പിന്നെയാണ് സ്ട്രൈക്ക് ആവുന്നത്, ഇത് നോക്കണമല്ലോ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ യൂട്ടേൺ എടുത്ത് ഹൈവേ ആയതുകൊണ്ട് അടുത്ത യൂട്ടേൺ കിട്ടാൻ പാടാ. പിന്നെ ഞങ്ങൾ കുറെ തിരിച്ചു വന്നു, എന്നിട്ട് പിന്നെ ബോഡിയൊന്നും കാണുന്നുമില്ല. എവിടെയാണ് സംഭവിച്ചത്? ഇത് എനിക്ക് കറക്റ്റ് എനിക്ക് ആ സേലം വാളയാർ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞിട്ട് എന്താ LNT റോഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതില്. അപ്പൊ ഇത് ശരിക്കും ബ്ലഡ് അങ്ങനെ ആക്സിഡന്റ് ഇതല്ല, ഒരു ബോഡി സ്ട്രേറ്റ് ആയിട്ട് കിടക്കുന്നു. അപ്പൊ അത് എന്താണോ മനസ്സിലാവുന്നില്ല. അത് തിരിച്ചത്യാവശ്യം വന്നു, ശരിക്കും സ്പോട്ട് എത്തിയോന്നും അറിയില്ല, ഹൈവേ ആയതുകൊണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണോ ഇനിയിപ്പോ മറ്റേ പറ്റിക്കാനല്ല, ഇത് ഈ മോഷണം തോണ്ടി വിളിക്കുമ്പോഴേ എടുക്കാശ് അങ്ങനെ വൈപ്പർ ചെയ്തുകൂടാ. വെരി ഗുഡ്. നമ്മുടെ സെഗ്മെന്റ് വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. എനിക്കോടെ എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കാറുള്ള കുറെ ഇതുപോലത്തെ സുഹൃത്തുക്കളുടെ കിട്ടുന്ന കഥകൾ കുറെ ഇല്ലേ. മറ്റേ എനിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഭാവയും കൊണ്ട് സ്ഥിരം കേൾക്കുന്ന ഭാവയായിട്ട് ഒരു സ്ത്രീ കയറുന്നത്. ഹോട്ടലിൽ കയറും. ഞാൻ കേട്ടത് ഭാവ ഉണ്ടാവുന്നതാട്ടോ. അല്ലല്ല, ഒരു സ്ത്രീ കയറി, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയാ. പുള്ളി തിരിഞ്ഞു നോക്കിയപ്പോ ഭയങ്കര ബ്ലഡ് ഒക്കെ ആയിട്ട് ഈ കൊച്ചു അങ്ങനത്തെ ഒക്കെ ഒരു സാധനമാണ് ഞാൻ കേട്ടത്. പിന്നെ പൈസ കൊടുക്കുമ്പോ എന്നിട്ട് പിന്നെ അത് ഭയങ്കര സ്റ്റിഫ് നോട്ട് കൊടുക്കും. അത് എന്നിട്ട് മറ്റേ കരിയില ഇലയൊക്കെയാണെന്നുള്ളത് കുറെ കേട്ടു. അതെവിടെയാണ് തോപ്പുംപടി മട്ടാഞ്ചേരി സൈഡിലൊക്കെ അങ്ങനത്തെ എന്തോ ഒരു സാധനം കേട്ടിട്ടുണ്ട്. ഞാൻ വയനാട് ഭാഗത്ത് കുറെ ഇതുപോലത്തെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ജീപ്പിനെ കൈയാണിക്കും, കേറും, ഇത് ചെയ്യുമ്പോ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ആളെ കാണൂല. ഇന്നലെ എന്തോ നീ പറഞ്ഞില്ലേ, ഞാനോ ആര് പറഞ്ഞു വെള്ളത്തിൽ എടുത്ത് ചാടിയിട്ട്? അത് തമാശ. അല്ല, ഞാൻ പറഞ്ഞ സൈക്കിളിൽ പോകുന്ന സമയത്ത് പുറകിൽ ഒരാൾ ലിഫ്റ്റ് വെച്ച് കയറി. ഇയാള് ഒന്നും ഇതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോ സൈക്കിളിന്റെ പുറകിൽ ആളില്ല. സംഭവിച്ചാണോ? എനിക്ക് സംഭവിച്ചല്ല. ഓട്ടോയുടെ എന്തോ പറഞ്ഞില്ലേ?
അത് ഒരാള് മറ്റൊരാളോട് കഥ പറയാ. പ്രേതകഥ ഒന്ന് പറയട്ടെ, നീ ഇപ്പോഴേ തിരിച്ചെങ്ങനെ? അതിന്റെ മെയിൻ പോയിന്റ് അല്ല ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഞങ്ങൾ ആരും കേട്ടിട്ടില്ല പറഞ്ഞു. ദേവല രാത്രി ഒരാൾ ഓട്ടോ പിടിച്ച് തനിച്ച് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിന്ന് ഒരു സ്ത്രീ കൈ കാണിച്ച് വണ്ടി കയറി. ഇയാൾ കുറച്ച് സമയം സംസാരിച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പാലത്തിന്റെ നടുക്കെത്തിയപ്പോഴത്തേക്ക് ഈ സ്ത്രീ ഓട്ടോയിൽ നിന്ന് എടുത്ത് എന്താ പാലത്തിൽ നിന്ന് ചാടി വെള്ളത്തിലോട്ട് ചാടി. ഈ കഥ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ കേട്ടാള് അയ്യോ അപ്പൊ തരാനുള്ള പൈസ ഇത് മറ്റേതുപോലെയാ, പേടിക്കാനും ഒരു ബുദ്ധി വേണം. നിങ്ങളുടെ ലൈഫിലെ 3 പേർക്കും സിനിമ ഭയങ്കര മാജിക്കൽ വേൾഡ് ആണ്. നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്. സ്റ്റാർ സ്റ്റക്ക് ആയിട്ട് നിന്ന് പോയിട്ടുള്ള മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും അഭിനയിക്കുന്ന കണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമറെ കണ്ട് ഇങ്ങനെ അന്തിച്ച് നിന്ന് പോയ മൊമെന്റ്? ഞാൻ ആദ്യം എൻ്റെ അച്ഛൻ ഫിലിം ഫീൽഡിലായിരുന്നു. അച്ഛൻ ആദ്യം സീരിയൽ ഹൗസ് പ്രൊഡക്ഷൻസും രൂപവാണി പ്രൊഡക്ഷൻസ് അച്ഛൻ ടെക്നീഷ്യൻ കൺട്രോളർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് കുഞ്ഞുനാളിലെ സെറ്റിലൊക്കെ അച്ഛൻ്റെ കൂടെ പോകും. അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്ക് ഓർമ്മയുള്ള, അതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ ഓർമ്മയുള്ളത് തൊമ്മനും മക്കള് നടക്കുമ്പോൾ, തൊമ്മനും മക്കളും മമ്മൂക്കയുടെ പടം ഉദുമൽപേട്ടിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ അന്ന് ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെയും ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അന്ന് ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കേനെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് അഭിനയിക്കുന്ന, ഞാൻ ആദ്യമായിട്ട് കാണുന്ന മമ്മൂക്ക. അപ്പൊ അത് ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആ ക്ലൈമാക്സ് സീക്വൻസ് ഇല്ലേ, ലാലങ്കളൊക്കെ ആയിട്ടുള്ള മഴ ഒക്കെ പെയ്ത്, അപ്പൊ ഞാൻ ഊസ് വെച്ചിട്ട് മഴ പെയ്യുന്നു, ഞാൻ ഇങ്ങനെയാണോ മഴ, അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് നോക്കി നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് സ്റ്റാർ സ്ട്രക്ക് മൊമെന്റ്. ചെറുതേട്ടാ നമ്മൾ അഭിനയം കണ്ട് ഇങ്ങനെ അതിശയിച്ചു നിന്ന നിമിഷങ്ങൾ? അത്ഭുതപ്പെട്ട് അതിശയിക്കുമെന്നുള്ളതല്ല, നമ്മൾ ഒരു ഭാഗ്യം പോലെ കണക്കാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൽ മമ്മൂക്കയും ഞാനും ചെയറിലിരുന്ന് കണ്ണൂർ സ്ക്വാഡിൽ ഇങ്ങനെ നേർക്ക് ചെയറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കും, വേറെ നമ്മുടെ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇയാളുടെ കണ്ണിൽ തന്നെ ഇങ്ങനെ ആൾ അഭിനയിക്കുന്ന സമയത്ത് അത് ഭയങ്കര എനിക്ക് ഒരു സ്പേസ് കിട്ടുക. അപ്പം ഞാനത് മാക്സിമം ഇത് ചെയ്യുക. ഇയാൾ സാർ ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ടുണ്ട്. ക്യാമറ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് വേറെ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. ഞാൻ ഇങ്ങനെ എനിക്ക് ഈ ഫീൽഡിൽ നമ്മളൊക്കെ ലക്കിയായിട്ട് തോന്നുന്ന മൊമെന്റ്സ് ഇതാവാം. ചിലപ്പോ ഒരു ഫോട്ടോ ഒരുമിച്ച് എടുക്കുന്നേക്കാൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ അടുത്തൊരു മൊമെന്റ് കിട്ടുന്നതായിരിക്കും എന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നത്, അല്ലേ? നൈസ് മൊമെന്റ്. എനിക്ക് മറ്റേ വിജയ് സാറിൻ്റെ കൂടെ ഒരു സീൻ ചെയ്തപ്പോ കാറിലുള്ളൊരു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഡയലോഗ് പറയുന്നുണ്ടെങ്കിൽ ഞാനെന്തോ ചിരിച്ചു. അപ്പൊ സാറും ചിരിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെയും തുടങ്ങി. അപ്പൊ സാറ് ചിരിച്ചു. അപ്പൊ കുറച്ചധികം നേരം ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ലൊക്കേഷൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നൊരു കാര്യം ചിരിയൊക്കെ നിർത്തിയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പൊ എൻ്റെ അടുത്ത് പറയും ചിരിക്കരുത് എന്ന് പറയും. അപ്പൊ അത് എനിക്ക് ഭയങ്കര പറഞ്ഞ പോലെ ഫോട്ടോ ഭയങ്കര ആ ഒരു മെമ്മറി ഭയങ്കര സ്ട്രോങ്. എനിക്ക് അത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ചിരിക്കാൻ കണക്ട് ചെയ്യാൻ പറ്റും. കുംബ്ലിംഗ് നൈറ്റ്സിന്റെ മേക്കിംഗ് വീഡിയോസിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അവിടുത്തെ എല്ലാവരുടെയും ഒരു മെന്റർഷിപ്പ് എനിക്ക് തോന്നുന്നു മാത്യുവിന് കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ ഈ ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് ഉറപ്പായിട്ടും അതൊരു ഹെൽപ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്കൊക്കെ ആരെങ്കിലും ഇത് പറഞ്ഞു തരാനും എങ്ങനെ സെലക്ട് ചെയ്യണം മൂവീസ് എന്നൊക്കെ ഒന്ന് ഉപദേശിച്ച് വിടാനായിട്ടുള്ള ഒരു അല്ലെ, ആളുകൾ ഇല്ലാതിരിക്കുമ്പോ ഇങ്ങനെ ഭയങ്കര ലക്കായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടീമിൽ വന്ന് പെടുന്നത്. ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മെന്റർഷിപ്പ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതാണ് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല സിനിമേനെ പറ്റിയോ അല്ലെങ്കിൽ എന്താണ് ആക്ടിങ് എന്നുള്ളതൊന്നുമില്ല. സ്കൂളിൽ ഡ്രാമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോ ഭയങ്കര ഫ്രീ. ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു മൂഡിലൊക്കെ ചെയ്യുന്നത്. സീരിയസ് ആയിട്ടൊന്നും ചെയ്തപ്പോ ഇതില് വരുമ്പോഴാണ് എനിക്ക് ആദ്യം ഞാൻ ഒരു ഫസ്റ്റ് 3 to 4 months അങ്ങനെ പ്രത്യേകിച്ചും പറഞ്ഞത്. അവര് പറഞ്ഞു വള്ളം തുഴയാൻ പഠിക്ക്, ഇത് ചെയ്യാൻ പഠിക്ക്, നീന്താൻ പഠിക്ക്. നീന്താൻ പഠിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ നടന്നു. അപ്പൊ ഇങ്ങനെ ടുവേർഡ്സ് ഷൂട്ട് തുടങ്ങുന്നതിന് എനിക്ക് ഒരു 1 month ഒക്കെ മുമ്പാണ്
ഇങ്ങനെ രാജ്മാധവനാണ് ആക്ച്വലി കുറെ കാര്യങ്ങൾ എനിക്ക് ചെറുതായിട്ട് ഞാൻ പോലും അറിയാണ്ട് തന്നെ ഇത് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ പോത്തേട്ടൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു സോളിഡ് ഹാഫ് എ ഡേ, ഒരു 4-5 മണിക്കൂർ കിട്ടി. അത് ഭയങ്കര ലൈഫ് ചേഞ്ചിങ്. എന്താണ് പറഞ്ഞത്? പ്ലീസ് പറഞ്ഞു തരൂ. എനിക്ക് ഇപ്പൊ ഒരു സാധനം ചെയ്യിപ്പിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്താ ഡയലോഗുകൾ പറയാ എന്നുള്ളതാണ്. ഇപ്പൊ എന്താ നമ്മൾ കുറെ ഡയലോഗുകൾ പറയാം. ഇപ്പൊ ഇംപ്രോവൈസേഷൻ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നീ അവിടെ പോയി ബോൾ ചോദിക്കുക എന്നുള്ളതാണ്. ആ വീട്ടിൽ പോയി ബോൾ ചോദിക്കണം, അല്ലെങ്കിൽ കളി നടക്കുന്നില്ല. അപ്പൊ എന്താ കൂട്ടുകാരുടെ അടുത്ത് എന്താ കളി നടക്കാത്ത, ബോൾ എവിടെ? അപ്പൊ ഞാൻ വന്നിട്ട് എന്താന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്റെ അടുത്ത് പോതന്നെ പറഞ്ഞു, എടാ ഡയലോഗുകൾ പറയുന്നത് മാത്രമല്ല ആക്ടിങ്, അതിന്റെ ഇടയ്ക്കുള്ള സ്പേസുകളാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ സംസാരിക്കുക മാത്രമല്ല, ആലോചിക്ക്. നമ്മുടെ മനസ്സിൽ എന്താണോ ആലോചിക്കണം അത് മുഖത്ത് വന്നോളും. പിന്നെ പറഞ്ഞ പോലെ തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ, ഡ്രാമയൊക്കെ ആകുമ്പോൾ ഓഡിയൻസ് ദൂരെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യും. പക്ഷെ ക്യാമറ ഇത്രയും അടുത്ത് വരും, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. സമയം എടുത്തോ. അപ്പൊ അതൊക്കെ അപ്പോഴാണ് ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്തു. എന്തോ ഒരു സംഭവം ആ ഒരു ഇത് നടക്കുന്ന പോലെ ആലോചിച്ച് ടൈം എടുത്ത് പതുക്കെ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു കംഫർട്ടും എന്തോ ഒരു സ്പെഷ്യൽ സാധനം നടക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. മീനാക്ഷി എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം മീനാക്ഷി അഡ്വക്കേറ്റ് ആണെന്നാണ് നമ്മളിങ്ങനെ തപ്പിയപ്പോ കണ്ടത്. എല്ലാരും ചോദിക്കാറുണ്ടല്ലേ, ചെറുപ്പം തൊട്ടേ ആക്ടർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നടന്നിട്ട് വീട്ടുകാരൊക്കെ കണ്ണിപ്പൊഴിടാൻ വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ട് പിന്നെ അഭിനയത്തിലേക്ക് വന്നതാണോ അതോ? അല്ല അല്ല അങ്ങനൊന്നും അല്ല. ചെറുപ്പം തൊട്ട് സിനിമയിൽ കയറണം എനിക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ഫുൾ മറ്റേ ഡാൻസ്, പാട്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഡ്രാമയിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് സ്കിറ്റുകൾ എന്തെങ്കിലും പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഡാൻസിലൊക്കെ ആയിരുന്നു മെയിൻ. അപ്പൊ എനിക്ക് അറിയത്തില്ല എനിക്ക് അഭിനയിക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കോളേജിൽ 3rd ഇയർ കുസാറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് അനീഷ് ഉപാസന എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ പുള്ളിയുടെ ഒരു പാലാരിവട്ടത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പൊ എൻ്റെ അമ്മ കുറച്ച് വീട്ടിൽ വെക്കാനായിട്ട് പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താ. അപ്പൊ എൻ്റെ ഫോട്ടോസിന്റെ ഒപ്പം അച്ഛൻ്റെ ഫോട്ടോസും അമ്മയുടെ ഫോട്ടോ എല്ലാം ഉണ്ട്. അപ്പൊ അനീഷേട്ടൻ അച്ഛനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ മോളാണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ അവര് വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് പണ്ടത്തെ. അപ്പൊ അങ്ങനെ എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ആക്ടിങ് താല്പര്യമുണ്ടോ, മോഡലിംഗ് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കാലോ, എന്താ കോളേജിലല്ലേ വെറുതെ ഇരിക്കുക. അപ്പോൾ ഞാൻ പോയിട്ടൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തു. ആ ഫോട്ടോസ് ഇങ്ങനെ അനീഷേട്ടൻ കുറേ പേർക്ക് കൊടുത്തിട്ട് ടീം വാങ്കിലേക്ക് എൻ്റെ ഫോട്ടോസ് എത്തി. അങ്ങനെയാണ് ഫസ്റ്റ് പടത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ ഒന്നും പറയാനൊന്നും ഇല്ല. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, അത് ഞാൻ ഗ്രാബ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു സെക്കൻഡ് സ്കെഡ്യൂളൊക്കെ ആയപ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് പെർസ്യൂ ചെയ്താൽ കൊള്ളാം, അതല്ലെങ്കിൽ ഒരു പാഷനായിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്. കാരണം കൊറോണ വന്നു, ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊറോണ വന്നു. അപ്പൊ ആ 2 വർഷം എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇയേഴ്സാ. എനിക്കൊന്ന് ഇരുന്ന് എനിക്ക് എന്താ വേണ്ടേ ശരിക്കും ഒന്ന് ആലോചിക്കാൻ പറ്റിയ ഒരു 2 വർഷമായിരുന്നു. അപ്പൊ എനിക്ക് തീരുമാനിച്ചു എന്തായാലും ലോ കംപ്ലീറ്റ് ചെയ്യണം, അത് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു കോർപ്പറേറ്റ് ലോയിൽ വെറുതെ കയറി, ആഗ്രഹമൊന്നും ഇല്ലാതെ വെറുതെ കയറി. അമ്മ ഈസ് വെരി സപ്പോർട്ടീവ്. അമ്മ അങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും പറയില്ല. ഡിസിഷൻ എപ്പോഴും ഞാനാണ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ കോർപ്പറേറ്റ് ലോയിൽ കയറി സമയത്താണ് അടുത്ത മൂവിയിലേക്ക് കോൾ വരുന്നത്. അങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഉറപ്പിച്ചു ഇത് തന്നെയാണ് കംപ്ലീറ്റ്ലി ആക്ടറാണ്. ഇടയ്ക്കൊന്ന് ഉപയോഗിക്കാറുണ്ടോ ലോയോ? അങ്ങനെ റിസ്ക് എടുക്കാറില്ല. ഇല്ല എടുക്കാറില്ല. അഭിനയിച്ചിട്ട് പേയ്മെന്റ് കിട്ടാണ്ടാവുമ്പോ അതെ, നിയമൊക്കെ അറിയാം. വേണമെങ്കിൽ ഒരു ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് ഒക്കെ കിട്ടിയാൽ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ? ഇല്ല അങ്ങനെ ചെയ്യാറുണ്ട്. പോക്കറ്റ് മണി. ഒബ്ജക്ഷൻ ഓവർലോഡ്. ഇല്ല ഞാൻ മറ്റേതാ ചെയ്ത്, കോർപ്പറേറ്റ് ലോ ആ ചെയ്ത്, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നീ സെറ്റിൽ പറഞ്ഞ കഥയെ പറഞ്ഞു. ഇത് നീ അല്ലേ പറഞ്ഞു. കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ. എന്തോ തമാശ വന്നായിരുന്നു, ബ്ലോക്ക് ചെയ്തോ ചേർത്തേട്ടന്. അല്ലല്ല, അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്ഷൻ ഓവർലോഡ്. ഓക്കെ അതങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതെന്തോ റോഷൻ ഉണ്ടാക്കിയ റോഷൻ. അതെ അതെ ഉണ്ടാക്കിയൊന്നും പറയാറില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ യൂഷ്വലി കണ്ടിട്ടുള്ള ഒരു ഫാഷൻ നല്ല ഒരു രീതിയാണ്. അതായത് അഭിനയിക്കണമെന്ന ആഗ്രഹം വരുമ്പോൾ തന്നെ എന്നാ നേരെ പോയി സിനിമയിൽ ചാൻസ് ചോദിക്കാം എന്ന് പറഞ്ഞ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഫോർ ദാറ്റ് ഒരു ആക്ടർ ആക്ച്വലി ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ട്രെയിനിങ് ഭയങ്കര നല്ലൊരു കാര്യമാണ് എന്ന് പറയും. ഇപ്പം മാത്യു തന്നെ ആ പടത്തിൽ നേരിട്ട് വർക്ക് ചെയ്യാൻ പോയി എന്ന് പറയുന്ന സമയത്തും ആള് ദിലീഷ് പോത്തൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. പുള്ളിയുടെ ഒരു ട്രെയിനിങ് പോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം എനിക്കിപ്പോൾ ഡ്രാമ സ്കൂളിൽ ഈ കോഴ്സ് ആക്ടിങ് പഠിക്കാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഇങ്ങനത്തെ സ്വഭാവം വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ +2 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ സിനിമയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ +2 വരെ ഞാൻ അഭിനയിച്ചൊരു രീതിയുണ്ട്. സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നിന്നും തികച്ചും മാറ്റം സംഭവിച്ചത് എൻ്റെ ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് കിട്ടിയത് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലത്തെ പഠനം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസും തരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഓരോ ക്യാരക്ടേഴ്സ് കാണുന്ന സമയത്ത് ആ ക്യാരക്ടറിലോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള വഴികൾ, ഏത് വഴി ചൂസ് ചെയ്യണം, ഏത് വഴി എങ്ങനെ എടുക്കണം എന്നുള്ളൊരു വഴിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഞാൻ ആ പഠനത്തിലൂടെയാണ്. പിന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമാകും എന്ന് പറയുന്നത്. ഹെൽപ്ഫുൾ ആണ്, ഉപകാരമാണ്. എന്ന് വെച്ചാൽ ചെയ്യാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ട്രെയിനിങ് ഇല്ലാതെ തന്നെ പടം ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ അവരെ മോശം പറയുന്നതല്ല. നല്ലൊരു ട്രെയിൻ ചെയ്യുന്നത് വളരെ ഗുണമുള്ള കാര്യമാണ്. സിനിമയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ സോങ്ങിലാണെങ്കിൽ എല്ലായിടത്തും ഈ ഫോക്ക് ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചുള്ള, മിത്തുകളെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന മിത്തുകളും നിങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റോറീസും ഏതൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ഇതിനകത്ത് വരുന്നുണ്ടോ? എക്സ്പീരിയൻസസ് ആണെങ്കിലും പറയാം. ഇതിൽ വരുന്നതൊന്നുമില്ല. ഞാൻ കേട്ടിട്ടുള്ള കുഞ്ഞുനാളിൽ കേട്ടിട്ടുള്ളത് നമ്മൾ പാലക്കാടാണല്ലോ. പാലക്കാട് ഒടിയന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കുഞ്ഞുനാളിൽ നമ്മുടെ വീട്ടിന്റെ തൊട്ടിപ്പുറത്ത് കുഞ്ഞുൻ്റെ ഉമ്മയുടെ പേര് എനിക്കറിയില്ല, കുഞ്ഞുൻ്റെ ഉമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വീട്ടിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കൂട്ടുകാരൻ കുഞ്ഞുൻ്റെ. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ പോയിരിക്കുന്ന സമയത്ത് കുഞ്ഞുൻ്റെ ഉമ്മയായിരിക്കും നമ്മൾക്ക് ഇതേപോലത്തെ കഥകളൊക്കെ പറഞ്ഞു തരുന്ന കുട്ടിക്കാലത്ത്. അപ്പോൾ അതിൽ ഓർമ്മയിലുള്ളത് ഇങ്ങനെ ഒടിയൻ, ജിന്ന്, ഒറ്റ അങ്ങനത്തെ കുറച്ച് പേടിപ്പിക്കുന്ന ഇതുള്ള ഒടിയൻ എന്ന് പറയുന്ന ഇവരുടെ ഉപ്പാൻ്റെ ഉപ്പ മറ്റേ ഒടിയൻ ടീംസ് ഒക്കെ ആയിരുന്നു. ഇവരെന്തോ മറ്റേ ഒന്നിനെ ചുട്ടുകരിച്ച് അതിൻ്റെ പരിയെടുത്ത് പഞ്ഞിയെടുത്ത് ചെവിയുടെ പുറകിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് രൂപം മാറാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളുടെ ഇതിൻ്റെയൊക്കെ രൂപം മാറും. പക്ഷെ ആ മൃഗത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. അല്ല, ഒന്നില്ലെങ്കിൽ ചിലപ്പം ഒരു കണ്ണിങ്ങനെ ആയിരിക്കും, ചിലപ്പം വാലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു കാലുണ്ടാവില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കുറവുള്ള ഒരു മൃഗമായിരിക്കും. അപ്പം നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വാല് മുറിഞ്ഞ പട്ടികളിനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. കാണുന്ന സമയത്ത് നമുക്ക് ഈ കഥ വരും. കുട്ടിയാണ്, പക്ഷെ രാത്രിയല്ലേ, രാവിലേക്ക് ഇറങ്ങി നടക്കും ഒഴിവുമായി. പക്ഷെ ഇവർക്ക് വേറൊരു മന്ത്രവും മറ്റേതൊക്കെ എന്തോ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാലേ ഇവർക്ക് ഇതൊന്ന് പുറത്തോട്ട് ഇറങ്ങാനും പറ്റുള്ളൂ എന്ന് ഒരു ഷേപ്പ്. ഇപ്പം നമ്മൾ പഞ്ഞി മറ്റേതൊക്കെ വെച്ചിട്ട് എന്തൊരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിതിലോട്ട് ഇന്നാവും. കോട്ടണില് മറ്റേ ഇതിന്റെ ചാരം, അങ്ങനത്തെ കോട്ടൺ എന്റെ മനസ്സിൽ ഇരിക്കുന്നു. എനിക്കറിയില്ല. നമുക്ക് കുട്ടിക്കാലത്ത് കേട്ട കഥകളിൽ നിന്നുള്ള ഓർമ്മയിൽ നിന്നുള്ള സാധനങ്ങൾ ഞാൻ പറയുന്നത്. അതിങ്ങനെ ഇതെങ്ങനെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും, പറ്റാതെ ലോക്കായി പോയിട്ടുള്ള കുറെ നമ്മുടെ ഫേമസ് മൂവി ഉണ്ടല്ലോ, അങ്ങനെ ഒരു കുട്ടി ഇതായി പോകുന്നത്. അതിശയനാണോ? അല്ലല്ല, മുഖത്ത് എന്തായിരുന്നു, കുമ്മാട്ടി. കുമ്മാട്ടിയിൽ അങ്ങനെ ഒരു കഥയാണല്ലോ. ഒരു കുഞ്ഞിനെ അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചാവാൻ പറ്റാണ്ട് പെട്ടോന്ന പരിപാടിയാ. അപ്പൊ ഈ ഉമ്മാന്റെ ഉപ്പുപ്പ അങ്ങനെ അവരാ ഇങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നു. ഇപ്പൊ രാത്രി ഇങ്ങനെ പോയിട്ട് ഇവർക്ക് രൂപം മാറിക്കഴിഞ്ഞ്
രാത്രി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് രൂപം മാറാൻ പറ്റിയില്ല. എന്നിട്ട് ഈ രൂപത്തിൽ ഏത് പട്ടിയുടെ ഏത് രൂപത്തിൽ ഇവർ തിരിച്ചു വന്നു വീട്ടിൽ. അപ്പോൾ ഇവർക്ക് വന്നിട്ട് മനസ്സിലാവുന്നില്ല, സ്ഥിരം കാണാത്തൊരു പട്ടി വീട്ടിൽ വരുന്ന സമയത്ത് ഓടിച്ചു വിടുന്നു. അപ്പം ഇത് ശരിക്കും ഇവരുടെ എന്താ പപ്പ അല്ല ഉപ്പാൻ്റെ അങ്ങനെ 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 അപ്പോൾ ഇവർ കയറ്റുന്നില്ല. പിന്നെ ഈ പട്ടി ഇവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇവർ ചാണകം കലക്കിയ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം രൂപത്തിലേക്ക് വരുന്ന അങ്ങനെ എന്തൊരു കേട്ടിട്ടുണ്ട്. ഞാനൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ലെ കോക്കാച്ചി എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ അല്ലെങ്കിൽ ആദ്യം കുറച്ചു കാലം പുറത്തായിരുന്നു, അച്ഛന് ജോലി പുറത്തായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയും വർക്ക് ചെയ്യും അച്ഛനും വർക്ക് ചെയ്യും. അപ്പൊ രാവിലെ വളരെ കുഞ്ഞിലെ കാര്യമൊന്നും ഓർമ്മയില്ല. അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ കോക്കാച്ചി എന്നൊക്കെ പറയണ ഇതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കഥ പരിപാടികളൊക്കെ പിന്നെ ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നതല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു അമ്മൂമ്മയും അങ്ങനെയൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഉള്ളവർക്ക് ഈ സിനിമ ഒരു ഇതായിരിക്കും. ഇങ്ങനത്തെ കഥകൾ എസ്പെഷ്യലി ഞാൻ 2000 അപ്പൊ അങ്ങോട്ടേക്കുള്ളവർ ആ ഒരു ഇതിൽ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഇങ്ങനത്തെ കഥകൾ. അപ്പൊ അതൊരു ഇതായിരിക്കും, ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇതൊരു പുതിയൊരു ഇതായിരിക്കും. കറക്റ്റ് സിഗ്നിഫിക്കൻസ്. കാരണം ഇപ്പോ ശരത്ത് പറഞ്ഞ പോലെ ഈ അമ്മ വീട്ടിൽ അല്ലെങ്കിൽ അച്ഛന്റെ വീട്ടിലൊക്കെ പോയി നിന്ന് തറവാട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും പിടിച്ചിരുത്തിട്ട് ഇതുപോലത്തെ കഥകൾ പറയുന്നത്. പണ്ടിങ്ങനെ പുറത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടി, സന്ധ്യയായി പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഇങ്ങനത്തെ കഥകൾ ഇറക്കുമായിരുന്നു. പിന്നീടാണ് അറിയുന്നത് നമ്മൾ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു പുറത്തിറങ്ങാതിരിക്കാൻ. കാട്ടിക്കൂടെ എല്ലാം ഇറങ്ങിപ്പോയി. ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലത്ത് ദൂരെ ദൂരെയാ വീടുകള്. പുറത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടാ. ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു കഥയും കിടക്കും. അപ്പൊ പുതിയ പേരിട്ട് എന്റെ അടുത്ത് ഇതൊക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ വളരില്ല, ഇതില്ല അങ്ങനെയൊക്കെ പറഞ്ഞ പറ്റിക്കൊക്കെ പാവയ്ക്ക കഴുകി നല്ലതാന്നൊക്കെ പറയും. ഇതൊന്നും കേൾക്കാൻ പറ്റില്ല. പേടി ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തില്? ആഹാ, 3 പേര് ഒരുമിച്ച് പേടിച്ചിട്ടുള്ളത് ഏറ്റവും പേടി നാട്ടിലൊക്കെ പ്രേതകഥകളൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഇമാതിരി കഥ ഞങ്ങളുടെ തൊട്ട് വീട്ടിന്റെ പുറത്തുള്ള ഉമ്മയുടെ കഥ ഇവരാ പറയുന്നത്. അപ്പം ഇമാതിരി കഥകൾ കേട്ടിട്ടാണല്ലോ വളരുന്നത്. അപ്പൊ ആ സമയത്ത് ഇരുട്ടിനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇരുട്ടത്ത് ഒരു പുറത്തു പോകാനും. ഇപ്പൊ പകല് തന്നെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ഒരു തിരിവുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര മറ്റൊരു ചുമന്ന പൂവുള്ള ഒരു വലിയൊരു മരമുണ്ട്. അതിന്റെ എന്താണ് അതിന്റെ മൊട്ടിനകത്ത് ഇങ്ങനെ 2 ലോക്കൊക്കെ ഉണ്ട്, വലിച്ചിങ്ങനെ പൊട്ടിച്ച് കളിക്കുന്ന ആ പൂവാ മൊത്തം അവിടെ കാട് പോലെ പടർന്നിരുന്നു ഈ തിരുവ്. അതിന്റെ ഇപ്പുറത്തോട്ട് ഇങ്ങനെ കാണില്ല. പകലാണെങ്കിൽ കൂടിയും ലൈറ്റൊന്നും വരാതെ ഭയങ്കര ഇരുണ്ടായിട്ടുള്ള ഒരു ഏരിയ ആണ്. അധികം വീടും ഇതൊന്നും ഇല്ല. അപ്പൊ ഇത് ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കടയിലോട്ട് പോകാൻ. പെട്ടിക്കട എന്ന് പറയുന്ന സാധനം, ചെറിയ ചെറിയ കടകൾ പോകാനാണ്. അപ്പം ഇതുവരെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ടേൺ എത്തുന്ന സമയത്ത് കണ്ണും പൂട്ടിയൊരു ഓട്ടോ. എന്തിനാന്നൊന്നും അറിയില്ല. ഇവര് പറഞ്ഞ കഥകളിലേക്ക് ഒരു ട്രെയിനാണ് നമ്മൾ കാണുന്നത്. ഇത് എന്നാ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതുണ്ടായിട്ടുണ്ട്, ഇതുണ്ടായിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവര് പറഞ്ഞ കഥകളുടെ ഒരു വിഷ്വലാണ് നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് കിട്ടുക. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ആ സ്പേസ് പേടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. വന്ന ഫീല് കിട്ടാറുണ്ടോ? പിന്നെ നമ്മള് ശബ്ദം പാട്ടൊക്കെ പാടിയിട്ടാ ഓടുക. വേറെ സൗണ്ടും കേൾക്കരുത്, വേറെ ഒന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യരുത്. ചിലപ്പോ നിലവിളിച്ചിട്ട് ആ തിരുവന്ന് അതേപോലെ വേറെ ചിന്തിക്കുന്ന ഒരാൾ പുറത്ത് ഇങ്ങോട്ട് ഓടുന്നുണ്ടെങ്കിൽ ഉണ്ടോ? എന്താ പേടി? ഞാൻ നേരത്തെ പറഞ്ഞ ആ കഥയില്ലേ, അപ്പൊ അത് കേട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ ആ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോ ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ടാ ഓടണേ. ഒറ്റടി ഇങ്ങനെ പയ്യെ പോവാൻ കുറച്ച് പേടിയാ. അപ്പൊ കുറച്ചാള് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയമൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ അമ്മൂമ്മയെ വിളിച്ചിട്ട്, അമ്മൂമ്മയ്ക്ക് ഇഷ്ടംപോലെ പണികളൊക്കെ ഉണ്ടാവും, പക്ഷെ അമ്മൂമ്മയെ പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി അമ്മൂമ്മ മണിക്കൂറുകളോളം ഇങ്ങനെ വെറുതെ ഇരുത്തിപ്പിക്കും. അപ്പൊ ഒറ്റയ്ക്ക് ആ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ പേടിയാണ്. ഈ പഴയ വീടുകളുടെ പുറത്തായിരുന്നല്ലോ ബാത്റൂമുകൾ, അതിന്റെ വലിയ പ്ലഗ് ആയിരുന്നു പണ്ടൊക്കെ. എന്റെ വീട് മറ്റേ പണ്ട് കടമ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ അതാണ് ഈ കാടിന്റെ അടുത്തായിട്ടാ. അപ്പൊ ശരിക്കും പുറത്തിറങ്ങി ബാത്റൂമിലേക്ക് പോകണം. ഭയങ്കര ഒരു ടെറിബിൾ.
പണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പ്രശ്നം അകത്ത് വെച്ച് ഈ കൊച്ചിയിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഭയങ്കരമായിട്ട് നമ്മളുടെ സിസ്റ്റത്തില് ഭയങ്കരമായിട്ട് നിൽക്കും, എന്നിട്ട് അത് സ്വപ്നങ്ങളായിട്ട് കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ സ്ഥിരമായിട്ടൊരു സ്വപ്നം കാണല്? സ്വപ്നം കണ്ട് പേടിക്കാറുണ്ട് ഞാൻ കുറെ. എനിക്ക് കുറെ പേടി സ്വപ്നങ്ങൾ വരാറുണ്ട്. മറ്റേ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഒച്ച പുറത്തേക്ക് വരില്ല. അത് ഭയങ്കര സ്ലീപ്പ് പാരാലിസിസ്. സ്വപ്നത്തിൽ സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ ജീവിയൊക്കെ വരുന്ന പോലെയൊക്കെ കുറെ ജീവികളെ കാണാറുണ്ട്. മറ്റേ ഭയങ്കര വീടായിട്ട് പറക്കുന്ന മറ്റേ ഡൈനോസർ അല്ല, പക്ഷെ അങ്ങനെ കുറച്ച് ഒരു എന്താ ഡൈനോസർ എന്ന് പറയാൻ പറ്റില്ല, മറ്റേ എന്താ പറയാ ഡൈനോസറിനെ പോലെ ഇരിക്കും എന്നാ പറക്കും, അങ്ങനെ എന്നാ ചെറുത, അങ്ങനത്തെ ഒരു ജീവി സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഞെട്ടി എണീക്കുന്ന ഭയങ്കര റിയലത്. പക്ഷെ അങ്ങനെ എന്റെ ലോകത്ത് മാത്രമുള്ള ജീവിയാണ്. ഈ സ്ലീപ്പ് പാരാലിസിസ് ഭയങ്കര സീനാ. അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഏതോ ഒരു, എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ ഒരു ടൈം ലൈനോ അതിനകത്തെ ആരാ ക്യാരക്ടേഴ്സ് വരുന്നത് അങ്ങനെയൊന്നും അല്ല. നമുക്ക് കൈയും കാലും ഒന്നും പൊക്കാൻ പറ്റത്തില്ല. അതെനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് അത് ഭയങ്കര ട്രോമാറ്റിക്. എന്തായാലും നമ്മളെല്ലാവരുടെ ലൈഫിലെ കുറച്ച് ഹൊറർ മൊമെന്റുകളൊക്കെ കേട്ടു. ഇനി നമുക്ക് ഓഡിയൻസിനെ സിനിമ കാണാൻ ക്ഷണിക്കണ്ടേ? അല്ലേ? ഇതൊരു സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഓഡിയൻസിനെ ക്ഷണിക്കാം, പക്ഷെ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ടാലന്റ് വെച്ച് ക്ഷണിക്കണം. മനസ്സിലായോ? ചുമ്മാ ഇങ്ങനെ വിളിച്ചാൽ പോരാ, ഒരു അവർക്ക് തോന്നണം ഇത് സ്പെഷ്യൽ ആണ്. ഡാൻസ് കളി. ഡാൻസ് കളിക്കണമെന്നില്ല, ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് കുഞ്ഞു ടാലന്റ് ആണെങ്കിലും കുഴപ്പമില്ല. മീനാക്ഷി തുടങ്ങാം. നല്ലൊരു ഞാൻ ആലോചിക്കട്ടെ. നമുക്ക് ഇങ്ങനെ ശരത്തേട്ടനും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ അല്ല, എന്നെ സേഫ് ആക്കുന്നത് പാലക്കാടൻ സ്ലാങ് ആണല്ലോ എല്ലാരും. പക്ഷെ അതൊരു ടാലന്റ് അതൊരു ടാലന്റ്, അത് നിനക്ക് ഉള്ള സാധനം. എന്നാലും വേറൊരു സാധനം വിളി. പ്ലാൻ ചെയ്ത് പഠിച്ചു തന്നതാണ്. അതല്ല അത് വേറെ പാലക്കാട് നിനക്ക് പറയണെങ്കിൽ അത് കഴിഞ്ഞ അടുത്ത ചാൻസ് ഇങ്ങോട്ടാട്ടോ, അപ്പൊ പണി വരുവേ. ഞാൻ ആലോചിക്കട്ടെ. വേഗം ആലോചിച്ചു. പാലക്കാട് പറഞ്ഞാ മതിയോ? അതാകുമ്പം അല്ലേ? എന്നാലും പാലക്കാട് അപ്പൊ എന്താ സാധാരണ പോലെ സംസാരിക്കും. പാലക്കാടൻ slang ഇല്ല. വ്യത്യാസം വന്നില്ലാന്ന് പറയരുത് കേട്ടോ. പാലക്കാട് തമ്മിൽ എന്താ വ്യത്യാസം ചോദിക്കും. കന്നഡയിൽ പറ. കന്നഡയിൽ പറ. കന്നഡ ಗೊತ್ತಿಲ್ಲ ರಾಸ. സുന്ദരായിട്ട് പറ. അപ്പോഴും സുന്ദർ. ഞാൻ സുന്ദരനല്ലേ? എടാ മറ്റേ ലോക്കയിലെ ക്യാരക്ടർ പറയുന്ന പോലെ പറ. നീ പാട്ടാ, നിന്റെ അടുത്തത് നീ ആട്ടോ. അടുത്ത ഇങ്ങോട്ട് തിരിയുമ്പോ പണിയിട്ടെ. ഞാൻ സെറ്റാ. ഇതും പാലക്കാട് തമ്മിൽ മാറ്റമില്ലാന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ. ടാലന്റ് ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യുന്നു? ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണേ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ പോയി, പിന്നെ അതിൻ്റെ ഒരു ഗുമ്മ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കണ്ടോളി. കഥയൊക്കെ മറ്റൊരാൾക്കാർ പറഞ്ഞിട്ട് അറിയാൻ നിൽക്കണ്ട. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കണു. ശരി, താങ്ക് യു. ഏതന്നെ ഞാനേ ആലോചിച്ചിട്ട് കിട്ടിയതല്ലേ? അത് കട്ടിയാണ്. അടുത്തായിട്ട് നമുക്ക് മീനാക്ഷിയുടെ മറ്റേ റേഡിയോയില് പറയുന്ന പോലെ പറയാം. ഞാൻ കണ്ടന്റ് ആലോചിക്കട്ടെ. മീനാക്ഷിയുടെ ഹിഡൻ ടാലന്റ് റേഡിയോയിൽ സംസാരിക്കുന്ന കീപ്പ് ഇറ്റ് ഹിഡ് എന്ന് പറയും. എങ്ങനെയായിരുന്നു? ആകാശവാണി റേഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ വായിക്കുന്ന വാർത്തകൾ. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. സംവിധാനം നൗഫൽ അബ്ദുള്ള, തിരക്കഥ ജ്യോതിഷ് ആൻഡ് സുനു, ഛായാഗ്രഹണം അഭിലാഷ് ശങ്കർ. അയ്യോ മ്യൂസിക് കമ്പോസിംഗ് മലയാളത്തിൽ എന്താ പറയണേ? സംഗീതം. സംഗീതം യാക്സൻ ആൻഡ് നേഹ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് 91.1
ചാനൽ മാറ്റിയല്ലോ അവിടെ പാട്ട് എനിക്ക് അറിയില്ല. Keep it hidden ആട്ടോ, എനിക്ക് അറിയില്ല. അപ്പൊ ആകാശവാണിയുടെ ഏതാ പാട്ട്? അത് മറ്റേ ആ സാധനമാണോ? അതേതാ? ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ ഭയങ്കര കറങ്ങിയൊക്കെ നിങ്ങൾക്കറിയോ ആർക്കെങ്കിലും ആകാശവാണി? മ്യൂസിക്കിട്ട് ചെയ്താൽ രസമായിരിക്കും കേട്ടോ. ആകാശവാണി റേഡിയോ FM. അതല്ലേ അതേതാ? അത് ദൂരദർശനാ. ദൂരദർശനത്തില്ലേ അത് ന്യൂസാ, ദൂരദർശന്റെ ന്യൂസ്. അത് വായിക്കും. ആ മ്യൂസിക് വിട്ട് വേണ്ട, ഇതിപ്പോ എന്തായാലും പാളി അത് പാളി. വൃത്തിക്ക് അത് ചെയ്യേ. ന്യൂസ് അതേപോലെ തന്നെ അങ്ങനെ തന്നെ വേണം. അങ്ങനെ കറങ്ങി അല്ല പറ. പാളത് ഇത് പാടും, ഇത് പാടും. എനിക്കറിയില്ല, പക്ഷെ ഹൊറൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേടിപ്പിച്ച് പറയാം. എല്ലാവർക്കും പറ്റുന്ന വെറൈറ്റി. എല്ലാരും ഇത് നിക്കില്ല. എല്ലാരും ഹൊറർപ്പടം ആകാശവാണി ഒരു സ്കില്ല് കാണിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും മറ്റേ ബാക്കും കൂടെ ട്വിസ്റ്റ് ചെയ്ത മറ്റേ അങ്ങനത്തെ ഒരു സാധനല്ലേ? എല്ലാരും പോയി കാണണം. നല്ലൊരു സിനിമയാണ്. എല്ലാത്തരം ജോണറുകളും ഉള്ള ഒരു സിനിമയാണ്. നിങ്ങളെ പേടിപ്പിക്കും. പോയി ഇതിനേക്കാളും ഏതായിരുന്നു? അല്ല പേടിപ്പിക്കും, ചിരിപ്പിക്കും. അതെ, ചിരിച്ചു. നമ്മളുടെ ടാലന്റ് കണ്ട് ഇവരെല്ലാരും ഞെട്ടിയിരിക്കും. ഇതാണ് നിങ്ങളുടെ ടാലന്റ്. താങ്ക് യു സോ മച്ച് ആലിക തന്നെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാരും നെല്ലിക്കമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിൽ പോയിട്ട് കാണാം അല്ലേ? അല്ല തുടരെ മലയാള സിനിമ നല്ല ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും നെല്ലിക്കമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് കയറട്ടെ. എല്ലാവരുടെയും കരിയറിന് വലിയൊരു ബ്രേക്ക് ഉണ്ടാക്കുന്ന സിനിമ മാറട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.